ഫോൺ എങ്ങനെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് എടുക്കണം. എന്തിനാ മോളെ, എന്തിനാ ഈ കണ്ണീര്? എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ. ഈ ജന്മത്തിൽ ഇങ്ങനെ അടുത്തെത്താനാകുമെന്നോ കരുതിയില്ല. ഞാൻ ആരാണെന്ന് അറിയാമെങ്കിലും അത് പറയാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോൾ ഉള്ള. എന്താ മോളെ, എന്തിനാ ഇത്രയും ഇമോഷണൽ ആവുന്നത്? അവരെന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയില്ലേ? എന്നെ അവര് കൊന്നുകളയാൻ പോലും ശ്രമിച്ചതാ. അവരെല്ലാവരും എന്റെ ജീവൻ തന്നെ എടുക്കുമെന്നായപ്പോ എനിക്കൊരിക്കലും നിങ്ങളെ ഇന്ന് വീണ്ടും കാണാൻ കഴിയുമെന്ന് കരുതിയില്ല. നീ എന്തായി കാണിക്കുന്നേ? എന്റെ അമ്മാവനെ, എന്റെ അമ്മയെ എല്ലാരും എന്തിനാ നീ കെട്ടിപ്പിടിക്കുന്നേ? എന്തോ വലിയ ബന്ധമുള്ളത് പോലെ. എന്തോ സ്നേഹവാത്സല്യം കാണിക്കുന്നതിന് ബന്ധു ആവണം നിബന്ധനയൊന്നുമില്ല. പൂജ, ആരാ മോളെ? ആരാ അവര്? നിന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി നിന്റെ ജീവൻ തന്നെ എടുക്കാൻ ശ്രമിച്ചത് ആരാണെന്ന് പറഞ്ഞേ. അവരെ ഞാൻ ഷൂട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നിന്റെ കാലിൽ വീണ് അവരെ കൊണ്ട് ക്ഷമ പറയിപ്പിക്കാം നമുക്ക്. ഇത് കണ്ടില്ലേ ആന്റി? പറയൂന്നേ. ഞാനെന്ത് പറയാനാ? എന്നെ ബലപ്രയോഗം നടത്തി പിടിച്ചുകൊണ്ടുപോയി കെട്ടിയിട്ട് ഉപദ്രവിച്ച് കൊല്ലാൻ നോക്കിയതേ നിങ്ങളല്ലേ? അതെ, അവര് നിങ്ങളെ പോലെയാന്നേ പറയാൻ വരുമായിരുന്നു. അതേ പൊക്കം, അതേ കണ്ണ്, അതേ സംസാരം, ഇതേ മുഖം, ഇതേ പൊട്ട്, എല്ലാം കൊണ്ടും നിങ്ങൾ തന്നെ. അതാ അവരെ കാണാൻ നിങ്ങളെ പോലെയൊന്നും പറഞ്ഞില്ലേ? പൂജ, നിന്നെ കിഡ്നാപ്പ് ചെയ്തത് ഒരു സ്ത്രീ എന്നാണോ? അതെ അങ്കിൾ. അവരാരാ എന്താ എന്ന് പറയുമോളെ, ഇപ്പൊ തന്നെ കൊന്നുകള ഞാൻ.
ഇപ്പൊ ഞാൻ എന്താ പറയണ്ടേ ആന്റി? ഇതിലിപ്പോ ഞാനെന്ത് പറയാനാ? അതാ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കായിരുന്നു. എന്റെ പേരൊഴികെ ബാക്കി എല്ലാം ഇവള് പറഞ്ഞു. ഇതിൽ കൂടുതൽ ഇവൾ എന്തെങ്കിലും പറഞ്ഞാ ഏട്ടൻ എന്നെ കൊന്നുകളയും. അവൾ എന്ത് പറയാനാ മോളെ, നീ പറയും. പറയാം അങ്കിൾ. അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് കൺഫേം ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ പറയാം. വീണ്ടും അവർ നിന്റെ മുന്നിൽ വന്ന ധൈര്യമായിട്ട് പറഞ്ഞോളൂ മോളെ. അവിടെ വെച്ച് തന്നെ ഞാൻ അവരെ തീർത്ത് കളയും. ഇനിയിപ്പോ അവരെന്റെ മുന്നിൽ വരുമെന്ന് തോന്നുന്നില്ല അങ്കിൾ. ഞാൻ അങ്കിളിന്റെ ആളാണെന്ന് അറിഞ്ഞിട്ട് കൂടി അങ്ങനെ ഒരു സാഹസം ചെയ്യാൻ അവരിനി തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. എന്താ അങ്ങനെയല്ലേ ആന്റി? ആ? അതെ അതെ, എന്റെ ഏട്ടന്റെ ആളാണെന്ന് അറിഞ്ഞാ പിന്നെ നിന്നെ തൊടാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവോ? അതിലിനി മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ. അല്ല, തട്ടിക്കൊണ്ടുപോയവർക്കേ എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്ന്. വലിയ വലിയ ഗുണ്ടകളുടെ വാക്ക് കേട്ടിട്ട് പോലും ഞാൻ പേടിച്ചിട്ടില്ല. പക്ഷെ ഇവളുടെ മുന്നില് ശരി മോളെ, ഇനി ഒരിക്കൽ പോലും ആരെ കൊണ്ടെങ്കിലും നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാ നീ എന്നെ ഫോൺ ചെയ്യണം. അങ്ങനെ ചെയ്യാം അങ്കിൾ. ശരി മോളെ. അങ്കിൾ, ആ പറയൂ മോളെ. എനിക്ക് വിശക്കുന്നുണ്ട്. അങ്ങയുടെ അടുത്തിരുന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാമോ? അതിനെന്താ, അതിത്ര ചോദിക്കാനുണ്ടോ? അങ്ങനെ ആവട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കഴിക്കാം. അപൂർവ, ഏട്ടാ കഴിക്കാൻ ഭക്ഷണം എടുത്തു വയ്ക്കാം. ശരി ഏട്ടാ, ഇപ്പൊ എടുത്തു വെക്കാം. ഹലോ ശാരദ, ശാരദ, നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വീട്ടിലേക്ക് പോയി. നന്നായി. ശാരദ, എനിക്ക് വേണ്ടി അവർ കാത്തിരിക്കുമെന്നും എന്റെ ആവശ്യം ഇവിടെയാണെന്നും പറഞ്ഞില്ലേ? പക്ഷേ എന്റെ ആവശ്യമൊന്നും ഇവിടെ കണ്ടെത്താനായില്ല. നീ പറഞ്ഞതുകൊണ്ട് നിന്റെ വാക്കുകൾ ഞാൻ അനുസരിച്ചെന്നേ ഉള്ളൂ. നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ നിൽക്കാം. പക്ഷേ എനിക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയില്ല. കുറഞ്ഞ പക്ഷം നിന്റെ ഓർമ്മകളിലെങ്കിലും എനിക്ക് ജീവിക്കാമല്ലോ. പ്ലീസ്. ശാരദ, ഹലോ. അമ്മേ, അമ്മേ, ഹലോ ശാരദ, ശാരദ, പൂർണിക്ക് എന്ത് പറ്റി? ഹലോ പൂർണി, 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 എന്ത് പറ്റി മോളെ? എന്തിനാ കരയുന്നത്? എന്തോ അവിടെ വെച്ച് എന്താ പറഞ്ഞെന്നറിയാവോ? എന്ത് പറ്റി മോളെ? അവളുടെ കല്യാണ കത്ത് കൊടുത്തിട്ട് വിവാഹം കഴിക്കാത്തവരുടെ മക്കൾക്കൊന്നും വിവാഹം നടക്കില്ലെന്ന് പറഞ്ഞു. അവരുടെ കല്യാണ കത്തിൽ അച്ഛന്റെ സ്ഥാനത്ത് ആരുടെ പേരെഴുതുമെന്ന് ചോദിച്ചു. എനിക്ക് കല്യാണം നടക്കില്ലെന്ന് എന്റെ അമ്മയെ പോലെ ആരുടെയോ കൂടെ ഞാൻ
ഇതൊക്കെ പറയുന്നത് അമ്മ? അയാൾ കെട്ടിയ താലി ഇപ്പോഴും അമ്മയുടെ കഴുത്തിലില്ലേ? ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് പോയതല്ലാതെ ആ വീട്ടിൽ നിന്ന് ആരും ഇങ്ങോട്ട് വന്നതല്ലല്ലോ. അതെന്താ അവരാലോചിക്കാത്തത്? എന്തിനാ അമ്മേ കല്യാണം കഴിക്കാത്തവളുടെ മകളെന്ന് പറഞ്ഞു പിന്നെയും എന്നെ ഇങ്ങനെ അപമാനിക്കുന്നത്? ഞാൻ അതിന് എന്ത് തെറ്റാ ചെയ്തത്? ഇതിലും ഭേദം മരിക്കുന്നതാ അമ്മേ. നീ അനുഭവിക്കുന്ന സങ്കടമൊക്കെ ഞാൻ ചെയ്ത തെറ്റാണ് മോളെ. എല്ലാവരുടെയും മുന്നില് നീ എന്തൊക്കെ സഹിക്കേണ്ടി വരുമോ? എങ്ങനെയൊക്കെ അപമാനിക്കപ്പെടേണ്ടി വരുമോ? ഭഗവാനെ, ഇതെന്തൊരു വിധിയാണ്? എന്റെ തലയിൽ എഴുത്തിന് എന്റെ മക്കളെ സങ്കടപ്പെടുത്തുന്നത് എന്തിനാ? ആന്റി, ഇന്ന് സ്പെഷ്യൽ ആയിട്ട് എന്താ ഉള്ളേ? എന്താ മമ്മി ഇത്? എല്ലാരെയും ഞാൻ ഭരിക്കുമ്പോ ഇവള് എന്നെ ഭരിക്കാൻ നോക്കോ? ആന്റിക്ക് എന്തോ ഫീൽ ആയി തോന്നുന്നു. എന്ത് ഫീൽ ആവാനാ? ഇതിലെന്ത് ഫീൽ ആവാനാ ഉള്ളത്? നിനക്ക് എന്ത് വേണേലും ചോദിച്ചോളൂ. എന്നാ എനിക്ക് വിളമ്പി തരുമോ? മോൾ ആഗ്രഹിച്ച് ചോദിച്ചതല്ലേ, വിളമ്പി കൊടുക്ക പൂർവ. അതിനെന്താ ഏട്ടാ? അങ്കിൾ, അങ്കിളും കഴിക്കേ. ഇപ്പൊ തന്നെ കഴിക്കണം മോളെ. പ്ലീസ് അങ്കിൾ. ശരി അപൂർവ, എനിക്കും കൂടെ ഉള്ളത്. ശരി, പിടിച്ചോ. ആന്റി, ആ പരിപ്പ്. അതിലെന്താ ഉള്ളേ? സാമ്പാർ. കഴിക്ക്. കഴിക്കും മോളെ. കഴിക്കാം. കഴിക്കുന്നില്ലേ? ആന്റി, പപ്പടം. അങ്കിളിനും കൂടെ കൊടുക്കാം ആന്റി. ആന്റി, കുറച്ച് നെയ്യും കുഴിച്ചേ. കുറച്ചും കൂടെ. കുറച്ചുകൂടി കൊടുക്ക്. അങ്കിളിനില്ലേ? എനിക്കിപ്പോ വേണ്ട മോളെ.
മമ്മി അവള് മമ്മിയെ ജോലിക്കാരിയാക്കി ആസ്വദിക്കുന്നുണ്ടില്ലേ? മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിന്റെ ഡാഡി ഇരിക്കുന്നോണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഛേ, കഴിക്കും മോളെ, മതിയാവോളം കഴിക്കും. എന്ത് വേണമെങ്കിലും അധികാരത്തോടെ ചോദിച്ചു വാങ്ങിച്ചു കഴിക്കണം. ആ? ആന്റി സാമ്പാർ. ഉം. അയ്യോ, നോട്ടെ, കാണിച്ചേ. നോക്കി വിളമ്പട്ടെ അപൂർവ. ശ്രദ്ധിച്ച് നോക്കിയിരുന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഒരുപാട് വേദനിക്കുന്ന മോളെ. ശരിയാവും മോളെ, പേടിക്കണ്ട കേട്ടോ. നോക്കി വിളമണ്ടേ അപൂർവ. ഇങ്ങോട്ട് നോക്ക്. എന്ത് വേദനിച്ചിട്ടുണ്ടാവും കുട്ടിക്ക്. അയ്യോ, കൈ ആകെ പൊള്ളിയല്ലോ. ഇനിയിപ്പോ എങ്ങനെയാ കഴിക്കുന്നേ? ഞാൻ കുഞ്ഞായിരുന്നപ്പോ എന്ത് ചെറിയ മുറിവ് വന്നാലും എന്റെ അച്ഛൻ വാരി തരുമായിരുന്നു. നിനക്ക് ഞാൻ വാരിത്തരാം മോളെ.